സമയം മുറിവ് ആൽബം, അതായത് ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ഗായികയുടെ ആൽബമാണ് മുറിവ്. അവരെഴുതിയ ആലപിച്ച പാട്ട്. എൻ്റെ പേര് പെണ്ണ്, എൻ്റെ വയസ്സ് 8, അതാണ് ആ പാട്ടിലെ വരികൾ. അതിൽ ബാക്കി വരികളുണ്ട്. ആ വരികളിലേക്ക് ആ ഒരു പ്രത്യേക വരി വന്നപ്പോൾ ആളുകൾ അതിനെ ട്രോളാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി. അപ്പോൾ ഗൗരി ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, ഈ ട്രോളും വിമർശനങ്ങളും ഒക്കെ വന്നപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം എന്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ള ആ പ്രത്യേക സംഭവം ഗൗരി ലക്ഷ്മി ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗൗരി ലക്ഷ്മിയൊക്കെ ഇങ്ങനെ ട്രോളാമോ എന്നുള്ളതാണ് എൻ്റെ ഒരു കുഞ്ഞു മനസ്സിലെ കുഞ്ഞു ചിന്ത. അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരിതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളുമല്ല. ഒരു ബോൾഡാണ്. അവരവരുടെ ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ ഒരു പോക്ക്, മുന്നോട്ട് പോക്കെന്ന് പറയുന്ന ഒരു ഭക്തിഗാനമൊക്കെ വന്ന് അവർ വേറൊരു ലെവലിൽ പാടിക്കളയും. ഭക്തിഗാനമൊക്കെ വേറെ ലെവലിൽ പാടും. ഈ അജിതഹരയൊക്കെ, ഭക്തിഗാനം എന്ന് പറയുന്നില്ല, അജിതഹര കുചേലവൃത്തത്തിലെ അജിതഹരയൊക്കെ അവരൊന്ന് പാടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരു എന്താ പറയാ, ഈ ഇരുട്ടിൽ നിന്ന് പെട്ടെന്നൊരു മറ്റൊരു തരത്തിലൊരു ഡ്രസ്സൊക്കെ ധരിച്ചു വന്നിട്ട് അവർ ഇവരുടെ സ്റ്റൈൽ ചെയ്യുന്നിട്ട് ഒരു പാട്ടുണ്ട്. അതിനൊപ്പം ഡാൻസ് ചെയ്യുന്ന കുറച്ച് ഒരു ഡാൻസ് ഗ്രൂപ്പും ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് വേറൊരു വാക്കിലേക്ക് പോകണം. വനിത. വനിത എന്ന് പറയുന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്ന് അറിയുമോ? വനി എന്ന വാക്കിൽ നിന്നാണ് എന്നാണ് കഥ. വനി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഈ വനി എന്ന് പറയുന്നതിന്റെ അർത്ഥം യാചിക്കുക, യാചന എന്നാണ് വനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നാണ് വനിത എന്ന് പറയുന്ന വാക്കുണ്ടായത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശബ്ദധാരാവലി പറയുന്നത് സേവിക്കുക, യാചിക്കുക എന്നൊക്കെയാണ് ശബ്ദധാരാവലി ഇതിനെ വിശദീകരിക്കുന്ന പോലും. ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഗൗരിയിലേക്ക് വരാം. ഗൗരി എന്തുവായിക്കോട്ടെ, ഒരു സ്റ്റേജ് പെർഫോമറാണ്, ഗാനരചയിതാവാണ്, അതുപോലെ തന്നെ സംഗീത സംവിധായകയാണ്, മികച്ച സ്റ്റേജ് പെർഫോമറാണ്. അങ്ങനെ പറയാൻ പറ്റും. ആൾക്കൂട്ടത്തെ ഇളക്കാൻ അവർക്ക് പറ്റുന്നു. അവരെങ്ങനെയോ ആയിക്കോട്ടെ, എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല. ആൾക്കൂട്ടത്തിന് മുന്നിൽ നമ്മുടെ കൂട്ടത്തിലെ അല്ലെങ്കിൽ നമുക്കിടയിലെ എത്ര സ്ത്രീകൾക്ക് ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ വന്ന് പെർഫോം ചെയ്യാൻ സാധിക്കും? അതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെയോ ആയിക്കോട്ടെ എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ്. ചിലപ്പോൾ അവരുടെ വസ്ത്രധാരണം, അവർ എടുക്കുന്ന പാട്ടുകളുടെ ഒരു രീതി, ഭക്തിഗാനമൊക്കെ ഈ രീതിയിൽ വന്ന് നിന്ന് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസികളെ അവർക്ക് രീതിയിൽ അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇതിവിടെ ഒരു മുറിവ് 2023 ഇവരുടെ ആൽബം മുറിവ് പുറത്തു വരുന്ന മുറിവ്. അതിലാണ് 8ലും 13ലും 8 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും ഉണ്ടായ ദുരനുഭവമാണ് അതിലെ ആദ്യത്തെ 2 വരികൾ പറയുന്നത്. ആദ്യത്തെ വരികൾ പറയുന്നതിനെ അവർ വിശദീകരിച്ചിരിക്കുന്നത് വൈക്കത്ത് നിന്നും തൃപ്പൂണിത്തറ ഹിൽ പാലസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ വെച്ച് അവർക്കുണ്ടായ, അവരുടെ അമ്മ അവരെ ഒരു സീറ്റിന് അരികിലേക്ക്, നല്ല തിരക്കുള്ള ബസ്സിൽ അവരെ 8 വയസ്സുള്ളവരെ ഒരു പുരുഷന്റെ അരികിൽ, സീറ്റിലിരിക്കുന്ന 2 പുരുഷന്മാരുടെ അരികിൽ ഒരു പുരുഷന്റെ അരികിലേക്ക് തെള്ളിൽ പെടാതിരിക്കാൻ, ഈ തിരക്കിൽ പെടാതിരിക്കാൻ കയറ്റി നിർത്തിയപ്പോൾ അവരുടെ വയറിലെ പൊക്കിളിൽ ഈ മനുഷ്യൻ തടവി എന്നുള്ളതാണ് ആ വരിയുടെ അവരെഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. 13ാമത്തെ വയസ്സിൽ അവർക്കുണ്ടായ അവരുടെ ബന്ധു വീട്ടിലേക്ക്, അവരുടെ കസിൻസിനോട് ഒപ്പം സ്ഥിരമായി പോകാറുള്ള ഒരു ബന്ധു വീട്ടിൽ അവരുടെ ബന്ധുവിൽ നിന്നും ഉണ്ടായ അനുഭവമാണതെന്നും പറയുന്നുണ്ട്. അതായത് ഇവരുടെ വീട്ടിൽ തന്നെ ഒരു പോക്സോ കേസ് പ്രതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതല്ലേ പറയാം, കുടുംബത്തിൽ തന്നെ പോക്സോ കേസ് പ്രതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതല്ലേ അർത്ഥം. അത് അവർ പറയുന്നു. അപ്പൊ അവർക്ക് അന്നതിന്റെ അർത്ഥങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്, പെൺകുട്ടിയാണ് ഇവർക്ക്. നേരത്തെ ഇവരൊരു അഭിമുഖത്തിൽ, ഞാൻ കുറെ കാലം മുമ്പ് ഇവരുടെ അഭിമുഖത്തിൽ ഇവർക്ക് അബോർഷൻ ആയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അബോർഷൻ ആയതിനെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞ് ദുഃഖിക്കുന്ന കാഴ്ചകളൊക്കെ അഭിമുഖത്തിൽ അവർ, ദുഃഖമൊന്നുമില്ല അവരുടെ മുഖത്ത് വരാറില്ല, അത് വേറെയാണ്. ഗൗരി ലക്ഷ്മിയുടെ മുഖത്ത് ദുഃഖമോ അങ്ങനെയുള്ളതൊന്നും വരാറില്ല. ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഇവര് ആദ്യം വരുന്നത് ഇവരുടെ 10-12 വയസ്സുള്ളപ്പോൾ ഇവർ സഖിയെ എന്ന് പറയുന്ന ഒരു ഗാനം എഴുതി. 12 വയസ്സുള്ളപ്പോൾ അത് കാസനോവ എന്ന് പറയുന്ന ചിത്രത്തിൽ അത് ഇവരാദ്യമായിട്ട് സംഗീത സംവിധായകയായിട്ട് മാറി. ഇവർ ചിട്ടപ്പെടുത്തിയ അതേ രീതിയിൽ ആ പാട്ട് കാസനോവയില് റോഷൻ ആൻഡ്രൂസ് ആ പാട്ട് അതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഇവര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത സംവിധായകയായി മാറുകയായിരുന്നു. പിന്നീട് അവർ ഒരുപാട് ഗാനങ്ങൾ ഇവർ ആലപിച്ചു. പിന്നീട് ഇവരൊരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് കടന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്. അപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിട്ടകളോ
ഇന്ന എന്താ പറയാ, ഇവരൊക്കെ വന്ന് പറയുമല്ലോ നമ്മുടെ മറ്റേ സരിഗമപ്പായിലൊക്കെ വന്നിരുന്ന സംഗതിയും അത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് എങ്ങനെയും പാടാം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ. അപ്പൊ അവർ അതിനകത്തൊരു വലിയ സാധ്യത കണ്ടെത്തുകയും ഈ പാട്ടുകളെയൊക്കെ കൊണ്ടുപോയി എന്താ പറയാ, ചില പാട്ടുകളെയൊക്കെ വികൃതമാക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ ആരാധകരുണ്ട്. പിന്നെ ഇവർ തന്നെ പറഞ്ഞിട്ട് ഇവരൊരു ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. ഇവരൊരു ഹൈപ്പർ സെൻസിറ്റീവ് ആണെന്നും ഇവർക്ക് ചില കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവർ ഇടയ്ക്ക് വെച്ച് കുറച്ചു കാലം മുമ്പ് ഇവരുടെ പേരിലുണ്ടായ ഒരു വിവാദം, ഇവരുടെ ഒരു മാനേജർക്കെതിരെ രംഗത്തെത്തി. ഇവർ ഇൻസ്റ്റഗ്രാം വഴി ഒരു മാനേജറെ പരിചയപ്പെട്ടു. ഇവർക്ക് ഒരാളെ ഒരു വ്യക്തിയെ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ ഇവർ മാനേജറാക്കി മാറ്റുകയും ചെയ്തു. മാനേജറാക്കി മാറ്റിയ ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇവരെ സാമ്പത്തികമായി കബളിപ്പിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. ഈ ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തെ പിന്നെ പറഞ്ഞു വിട്ട ശേഷം പിന്നെ ഇദ്ദേഹം പിന്നെ പിന്നീട് ഒരുപാട് പെൺകുട്ടികൾ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി ഇവരുടെ അടുത്ത് രംഗത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ അതിൽ 2 യുവതികളാണ്, 2 യുവതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർ ലൈവിൽ വന്നായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഇവർ ലൈവിൽ വരികയും ഇയാളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പിന്നെ വരികയും ചെയ്തിരുന്നു. പിന്നെ ഇതിനകത്തൊരു വലിയ സാധനമുണ്ട്, അത് ഈ പിന്നെ ചേട്ടൻ അറിയായിരിക്കും, ബോർഡർ ലൈൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതായത് ഒറ്റയ്ക്കിരുന്ന് കരയുക, എല്ലാത്തിനും സ്വയം കുറ്റപ്പെടുത്തുക, പിന്നെ സ്വന്തം ദുഃഖങ്ങൾ മറക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, അതായത് വികാരങ്ങളെ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ. ഇതൊരു ഇതിന്റെ ഈ ബി പി ഡി എന്നാണ് ഇതിനെ പിന്നെ പറയാറുള്ളത് എന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇത് സംബന്ധിച്ചൊരു സിനിമ, ഇതുപോലെയുള്ള സാഹചര്യമുള്ള ഒരു സിനിമയാണ് മംഗളവാരം. മംഗളവാരം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. മലയാളത്തിൽ പല ഭാഷകളിലേക്കോ തർജ്ജമ ചെയ്യപ്പെട്ട, മലയാളത്തിലേക്ക് അടക്കം പരിഭാഷപ്പെടുത്തി ഡബ് ചെയ്ത് ഇറക്കിയ പടമാണ്. വളരെ അതിലെ നായിക ഇതേ സെയിം ക്യാരക്ടർ, അതായത് വികാരങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത, സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരാളായിട്ടാണ് ആ നായികയെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവർ സ്വയം ഇവരുടെ കൈയും ദേഹവും ഒക്കെ വരയുമായിരുന്നു എന്ന് അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വേറെ ആരും പറഞ്ഞിട്ടുള്ളതല്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ ശരീരമൊക്കെ ഇങ്ങനെ മുറിപ്പെടുത്താറുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരിച്ച് പുറത്തിടുന്ന ആളാണ്. ഒരു തുറന്ന പുസ്തകമാണ്. സാമാന്യമായ ധൈര്യം വേണം. അതാണ്. ഇവര് 18ാമത്തെ വയസ്സിൽ വലിയ ബഡ്ജറ്റിൽ ഇവര് പിന്നെ തോണി എന്ന് പറയുന്ന ആൽബം ഇറക്കി. തോണി എന്ന് പറയുന്ന ആൽബം ഇവരിറക്കി. 18 വയസ്സേ ഇവർക്ക്. 18ാമത്തെ വയസ്സിൽ ഇവരുടെ ധൈര്യം ആലോചിക്കണം. ഇവരുടെ അച്ഛൻ ബി ഹരികൃഷ്ണൻ, അദ്ദേഹം ഈ പിന്നെ നാടക ഗാന രംഗത്ത് സംസ്ഥാന അവാർഡൊക്കെ പിന്നെ മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടിയ ആളാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ്. മാത്രമല്ല അദ്ദേഹം ഈ ട്രൂപ്പുകളിലൊക്കെ, ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടുമായിരുന്നു. അതുകൊണ്ട് 3ാമത്തെ വയസ്സ് മുതൽ ഇവര് സംഗീതം പഠിച്ചിട്ടുണ്ട്. ആ സംഗീതം പഠിച്ച സംഗീതത്തിനെ ആ രീതിയിലല്ല ഇവർ ഉപയോഗിക്കുന്നത്, അവർ വേറെ രീതിയിൽ ഉപയോഗിക്കുക. അതിനെ ഇത് എന്താ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന രീതിയിൽ അതിനെ വേറെ രീതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ ഒരു ചാനലിൽ നിന്ന് പാടി. അതോടുകൂടി ഇവിടെ ഇപ്പം പുള്ളിക്കാരിക്കെതിരെ വ്യാപക കമന്റാണ്. ചുമ്മാ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും ഒരു 10-20 പേര് ഇവരെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തത് നമുക്ക് ചുമ്മാ തുറന്നു നോക്കിയാലും കാണാൻ പറ്റും. ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കി, വെറുതെ ഇൻസ്റ്റ തുറന്നു നോക്കിയത് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ബസ്സിൽ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിത് കണ്ടു. ഇങ്ങനെ ഒരാൾ, ഒരു പയ്യൻ ഇങ്ങനെ ഒരു വീടിന്റെ സൈഡിൽ കയറി ഇരുന്ന് ഇതിങ്ങനെ പാടുന്നു. കുറച്ച് കുട്ടികൾ ഇതിനനുസരിച്ച് മ്യൂസിക് ഇവരിന്ന് തട്ടുന്നു. ഇവരിങ്ങനെ ഇതിന്റെ ഈ പിന്നെ ബാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു സമയത്ത് ഇവരുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാർക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു വശം ഇതാണ്, അവരുടേതായിട്ടുള്ള അനുഭവം ഒരു ചിട്ടപ്പെടുത്തി ഒരു ഗാനമാക്കി ആലപിച്ചു. ചങ്ങമ്പുഴയുടെ അനുഭവങ്ങളാണ് പലപ്പോഴും കവിതകളാക്കിയിട്ടുള്ളത്. ആര് വാങ്ങും ഇന്ന് ആര് വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് എഴുതിയത് ആർക്ക് വേണ്ടിയാണെന്ന് അത് വളരെ വ്യക്തമാണ്.
അപ്പോൾ അതുപോലെ കവി അതുപോലെ സ്വന്തം അനുഭവങ്ങളും അവരവരുടെ ഇമാജിൻ ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, മിക്കവാറും ആളുകളൊക്കെ അവരുടെ എഴുതുമ്പോൾ അവരുടെ ജീവിതവും അവരുടേതായിട്ടുള്ള അത് അവരെ ആസ്വദിക്കുന്നുണ്ടല്ലോ കുറെ പേര്. ഒരു ആൾക്കൂട്ടം, ഒരു എന്താ പറയുക, അവരുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണാൻ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്. ഒരു വലിയ ആൾക്കൂട്ടം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് അതിനേക്കാൾ ഇരട്ടി ചിലപ്പോൾ അവർ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. പക്ഷെ ആ ഇഷ്ടപ്പെടാത്തവർ എന്ത് വേണം, അത് അവരുടേതായിട്ടുള്ള അവരെ അവരുടെ വഴിക്ക് കഴിവിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ അവരുടേതായിട്ടുള്ള പരിഗണന എന്നല്ല, അത് പരിഗണന നൽകേണ്ട കാര്യമല്ല, അത് അവരുടെ കഴിവാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കള്ളനെ കിട്ടി, അപ്പം അടിക്കുന്നു. അപ്പം നമ്മൾ കള്ളനെയാ, അപ്പം നമ്മൾ നോക്കുമ്പം കള്ളനെ എല്ലാവരും ഇട്ട് അടിക്കുക, അപ്പം നമ്മളും കൊടുക്കും ഒരടി, പോയിട്ട് നമ്മൾ നടന്നു പോകും എന്ന് പറഞ്ഞാണ് കാണും. ഇതിനകത്ത് വരുന്നവനും പോകുന്നവനും എല്ലാം ഇത് കമന്റ് നെഗറ്റീവ് കമന്റ് വീഴുമ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല. പിന്നെ എന്റെ വക ഇരിക്കട്ടെ ഒരെണ്ണം. എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചർച്ചയിൽ ഒരാളെ കുറിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രജൂൺ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇൻഷേർട്ടൊക്കെ ചെയ്തിട്ട് കുറിയൊക്കെ ഇട്ട് കയ്യില് സിഗ്നൽ ലൈറ്റ് പോലെ കുറച്ച് മോതിരമൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹം വന്നിരുന്നത്. ആദ്യമൊക്കെ ഇദ്ദേഹം ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളായിരുന്നു. അതിന്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഇട്ടേക്കും. ഇതിനൊരു ക്യാമറമാനും ഉണ്ട് സ്ഥിരമായിട്ട്. ഏതെങ്കിലുമൊക്കെ ഒരു പാട്ടുകൾ എടുത്തിടും, പുള്ളി ഇങ്ങനെ നിൽക്കും. പിന്നീട് അപ്പൊ ആൾക്കാർ പറഞ്ഞു തുടങ്ങി, ഇതിങ്ങനെ നിൽക്കുന്നേ ഉള്ളല്ലോ, ശല്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഇട്ട് തുടങ്ങി. ഈ കമന്റ് വായിക്കാൻ കൂടുതൽ പേരും അതിനകത്ത്. ഇത് കമന്റ് ഇദ്ദേഹത്തെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന്റെ കമന്റുകൾ വായിക്കുക, അതിലാണ് ആൾക്കാർ ഒരു സന്തോഷം. അത് തന്നെ ഒരു സാധനം, കമന്റ് വായിക്കണം പോണം, കമന്റ് വായിക്കണം പോണം എന്നുള്ളത്. പിന്നീട് ഇദ്ദേഹം നടന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാരുടെ ആദ്യത്തെ വന്ന കമന്റ് എന്താ അറിയാമോ? ആരുടെ അതിനകത്ത് ബാറ്ററി ഇട്ടേന്ന്. ആരുടെ അതിനകത്ത് ബാറ്ററി ഇട്ടേന്ന് ചോദിച്ചു. പിന്നെ കമന്റുകളോട് ഇങ്ങനെ വന്ന് പുള്ളി കുറെ കാലം നടന്നു. ഇപ്പൊ പുള്ളി ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് ചെയ്യുക, പാട്ട് പാടുന്നത്, ഡയലോഗുകൾ വിടുക. ഇപ്പൊ ഭയങ്കര ആരാധകരാണെന്നേ. ഇന്ന് രാവിലെ മറ്റേ ആരോ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാനിതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് താഴെ വന്നിട്ട് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്, ചേട്ടാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്നുള്ള ഡയലോഗ് ഒന്ന് പറയാമോ? അതായത് ആർക്ക് ശല്യം, അത് അദ്ദേഹത്തിന്റെ സന്തോഷം, അത് അദ്ദേഹത്തിന്റെ സന്തോഷം. കുറെ പേര് അത് ആസ്വദിക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നമ്മൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ ചിരിക്കുക, ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു മനുഷ്യനെ ദുഃഖിപ്പിക്കുക, ഒരാളെ കരയിക്കുക എന്ന് ഏത് മനുഷ്യനെ കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും. ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക, അയാളെ സന്തോഷത്തിൽ ഇരുത്തുക. കുറെ പേർ അവരുടെ ഗാനം സന്തോഷിക്കുന്നുണ്ട്, അവർ കുറെ പേർക്ക് മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട്, കുറെ പേർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ആഘോഷമാക്കി ഒരു ഉത്സവപ്പറമ്പായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ വന്ന് പാട്ട് പാടുമ്പോൾ കുറെ പേര് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആഘോഷങ്ങളെ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ നമ്മൾ അംഗീകരിക്കുക. ആ സന്തോഷങ്ങൾ പകർന്നു നൽകുന്ന ഒരാളാണ് ആര്? ഗൗരിലക്ഷ്മി. അപ്പൊ ഗൗരിലക്ഷ്മി അവരൊരു കലാകാരിയാണ്. ആ കലാകാരിയെ നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ വസ്ത്രധാരണം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് കാലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയാ, ഫുൾ കവർ ചെയ്ത് മുഖവും മൂടി വെച്ച് പോകണം എന്ന് പറയുന്ന തലമുറ, പറയുന്ന പണ്ഡിതന്മാരെ പോലും അധികം വൈകാതെ ആളുകൾ തിരിഞ്ഞു വെത്തുന്ന കാലം അധികം വൈകത്തില്ല. കാരണം സമൂഹം ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാലത്തിനനുസരിച്ച് മാറുമ്പോൾ ഗായകരും ഗായികമാരിലും ഒക്കെ വേഷത്തിനും ആളുകൾ ശ്രദ്ധിക്കണ്ടേ? ഗൗരിലക്ഷ്മി രാവിലെ വന്ന് ഒരു സെറ്റ് സാരി എടുത്ത് പിന്നെ സ്റ്റേജിൽ വന്നിരുന്ന പാട്ട് പാടിയ ഒരു അത് കാണാനുണ്ടാവില്ല. അല്ല, അതാണ് അവര് വ്യത്യസ്തമായി അവര് ഡിഫറന്റ് ആയിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു. അവര് ഡിഫറന്റ് ആയിട്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പം KS ചിത്രയെ പോലെ എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല. ആ ഒരു കഴിവെന്ന് പറഞ്ഞാൽ KS ചിത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്തിനാ? KS ചിത്ര ഒന്നല്ലേ ഉള്ളൂ, യേശുദാസ് ഒന്നേ ഉള്ളൂ. നാളെ ശ്യാം പാടിയിട്ട് പറയാണ് ഞാൻ യേശുദാസിനെ പോലാന്ന് പറഞ്ഞാൽ പാടണോ? പാടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ടോപ്പ് നിർത്തി വയ്ക്കും. അപ്പൊ ഇതിനകത്ത് അവരുടെ ഒരു കഴിവിനെ അംഗീകരിച്ച് അവരുടെ ഈ നമ്മൾ നല്ല ഒരു എന്താ പറയാ, നല്ലൊരു മനുഷ്യനാകുന്നത് നമ്മളുടെ എന്താ പറയാ, ഈ മദ്യപിക്കാതെ സിഗരറ്റ് വലിക്കാതെ ഒന്നും നടക്കുന്നതിൽ ഒന്നുമല്ല. നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് എതിരെ നിൽക്കുന്ന മനുഷ്യനെ ഉൾക്കൊള്ളാൻ, അയാളെ കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ്, കേൾക്കാനും അയാളുടെ ഭാഗം കൂടി കേൾക്കാനും അയാളെ കൂടി ഉൾക്കൊള്ളാനും പറ്റുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനാകുന്നത്. അല്ലാതെ ഞാൻ ബീഡി വലിക്കില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല, ഞാൻ കള്ളു കുടിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ നല്ല മനുഷ്യനാന്ന് പറയാൻ അങ്ങനെ ഒരു മനുഷ്യനെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റൂല. നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഗൗരിലക്ഷ്മി അവരുടെ കഴിവുമായി മുന്നോട്ട് പോകട്ടെ. വിമർശനങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്കും അവരെ ആസ്വദിക്കാം, അവർക്കും ഇടം കൊടുക്കാം. നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കിട്ടുന്നത് എന്താണോ അതിൽ നമുക്ക് അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യാം.